ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 5-ാം അധ്യായം 17 മുതൽ 30 വരെ. പുത്രൻ്റെ അധികാരം ജീവൻ്റെയും വിധിയുടെയും ഉറവിടം. ബത്സേദ കുളക്കടവിൽ സാബത്ത് ദിവസം രോഗിയെ സുഖപ്പെടുത്തിയതിന് യഹൂദർ ചോദ്യം ചെയ്തപ്പോൾ യേശു നൽകുന്ന മറുപടിയാണ് ഈ ഭാഗം. ഇവിടെ യേശു താനും പിതാവായ ദൈവവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയും തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരങ്ങളെയും വെളിപ്പെടുത്തുന്നു. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് യേശു പറയുന്നു. ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയെങ്കിലും ലോകത്തെ പരിപാലിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് അവിടുന്ന് വിട്ടുനിൽക്കുന്നില്ല. യേശുവിൻ്റെ അത്ഭുതങ്ങൾ പിതാവിൻ്റെ ആ പരിപാലനയുടെ തുടർച്ചയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും വിശ്രമിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അവിടുന്ന് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ഇത് കേവലം ഭൗതികമായ ജീവനല്ല, മറിച്ച് നിത്യജീവനാണ്. യേശുവിൻ്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യഥാർത്ഥ ജീവൻ ക്രിസ്തുവിലാണ്. പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കാൻ ക്രിസ്തുവിൻ്റെ വചനത്തിന് അധികാരമുണ്ട്. പിതാവ് വിധിക്കാനുള്ള അധികാരം പുത്രന് നൽകിയിരിക്കുന്നു. എന്നാൽ ആ വിധി അഹങ്കാരത്തോടെയോ സ്വന്തം ഇഷ്ടപ്രകാരമോ ഉള്ളതല്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള നീതിപൂർണമായ വിധിയാണ്. യേശുവിൻ്റെ വചനത്തെ തിരസ്കരിക്കുന്നവർ സ്വയം വിധി ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ പ്രവൃത്തികളും തീരുമാനങ്ങളും ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടും. അവിടുത്തെ ഇഷ്ടത്തിന് കീഴടങ്ങി ജീവിക്കുന്നതാണ് യഥാർത്ഥ നീതി. എനിക്ക് സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് യേശു ആവർത്തിച്ച് പറയുന്നു. ദൈവപുത്രനായിരുന്നിട്ടും അവൻ പൂർണ്ണമായും പിതാവിൽ ആശ്രയിച്ചു. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകളിലും അറിവുകളിലും അഹങ്കരിച്ച് ദൈവത്തെ മറക്കുന്നു. യേശുവിൻ്റെ അധികാരം സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അധികാരമാണ്. അത് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. ആ അധികാരത്തിന് മുമ്പിൽ കീഴടങ്ങുന്നത് വഴി നാം യഥാർത്ഥ സ്വാതന്ത്ര്യവും ജീവനും പ്രാപിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പുത്രൻ്റെ അധികാരം ഞാൻ തിരിച്ചറിയുന്നു. അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകി ദൈവഹിതത്തെ മറക്കാതിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ നീതിപൂർണമായ വിധിയെ ഭയത്തോടെയല്ല പ്രത്യാശയോടെ സ്വീകരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.